വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ ഇപ്പോഴും പെയ്യുകയാണ്. മഴക്കെടുതിയിൽ ഇന്ന് 3 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മീൻപിടുത്ത തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുകയാണ്. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുന്നു. അടുത്ത 3 ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വരുന്ന 3 ദിവസം സംസ്ഥാനത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധി ഉണ്ടായിരിക്കില്ല. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുന്നുണ്ട്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആൻ മരിയ സണ്ണി കൊച്ചിയിൽ എന്താണ് സാഹചര്യം എന്ന കാര്യം പ്രേക്ഷകരുമായി വിശദീകരിക്കും. രാഹുൽ വിജയൻ ഇടുക്കിയിലെ നിയന്ത്രണങ്ങൾ ഏത് തരത്തിലാണ് എന്ന കാര്യം വിശദീകരിക്കും. മുല്ലപ്പെരിയാറിലടക്കം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ രാഹുൽ വിജയൻ പങ്കുവയ്ക്കും. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരും. ആദ്യം മിഥില ബാലനിലേക്കാണ്. മിഥില, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ ഏത് തരത്തിലാണ്? ജില്ലയിൽ നിലനിൽക്കുന്ന മുന്നറിയിപ്പ്, പൊതുവായുള്ള വിവരങ്ങൾ, നാശനഷ്ടത്തിന്റെ അടക്കം. മിഥില. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുകയാണ്. പ്രത്യേകിച്ച് കക്കയം ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലാണ് ഇപ്പോൾ മഴ പെയ്യുന്നത്. കക്കയം ഡാമിലേക്കുള്ള നീരൊഴുക്കിന്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് അലേർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ അലേർട്ട് എന്നത് ജലനിരപ്പ് കക്കയം ഡാമിൽ 758.05 മീറ്ററിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ വീതമാണ് നിലവിലിപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ജലനിരപ്പ് 757.50 എത്തിയ സമയത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ജലനിരപ്പ് കൂടുകയാണെങ്കിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പാണ് കക്കയം ഡാം അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതാണ് കോഴിക്കോട് ജില്ലയിൽ മഴയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പൊതുവെ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് 3 മരണങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്തും കണ്ണൂരും മലപ്പുറത്തുമാണത്. 3 ദിവസം കൂടി ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പുണ്ട്. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മറ്റ് ജില്ലകളിലുമെല്ലാം തന്നെ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്നൊരു വിവരം മഞ്ചേശ്വരത്ത് ഉൾക്കടലിൽ കുടുങ്ങിയ ബോട്ട് കരക്കടിഞ്ഞു എന്നുള്ളതാണ്. മെഗ്രാൽ തീരത്താണ് ടഗ് ബോട്ട് കരക്കടിഞ്ഞിട്ടുള്ളത്. ബോട്ടിലുണ്ടായിരുന്ന 12 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. കൊച്ചിയിൽ നിന്ന് ആൻ മരിയ സണ്ണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ആൻ മരിയ, എന്താണ് എറണാകുളം ജില്ലയിലെ പൊതുവായുള്ള സാഹചര്യം? തീരമേഖലയിലടക്കം പുലർത്തുന്ന ജാഗ്രത ഏത് തരത്തിലാണ്? നേരത്തെ ഈ ശക്തമായ രീതിയിലുള്ള കടൽക്ഷോഭമൊക്കെ അവിടെ ഉണ്ടായതാണ്. നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായതാണ്. നഗരമേഖലയിലെ സാഹചര്യം എന്താണ്? പൊതുവായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ആൻ മരിയ. എറണാകുളം ജില്ലയുടെ തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര നഗരപ്രദേശങ്ങളിലും ശക്തമായിട്ടുള്ള മഴ അത് തുടരുകയാണ്. നഗരപ്രദേശങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ ഇടവിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയാണ് ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴ അത് തുടർച്ചയായിട്ട് പെയ്യുന്നത് കൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം എറണാകുളം ജില്ലയുടെ മലയോര മേഖലകൾക്കും നൽകിയിട്ടുണ്ട്. മാത്രമല്ല കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ രീതിയിൽ മഴ തുടരുകയാണ് എങ്കിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിതമായ മേഖലകളിലേക്ക് മാറി താമസിക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മാത്രമല്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ചെറിയകടവ് സെന്റ് ജോസഫ് പാരിഷ് ഹാള്, കുറ്റിക്കാട്ടുകര GUPS, മൂവാറ്റുപുഴ വാഴപ്പള്ളി JB സ്കൂള്, പറവൂർ കുന്നുകര GULP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഈ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. ജില്ലയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത് നദീതീരങ്ങളിലെ ഈ ജലനിരപ്പ് ഉയർന്നതാണ്. അത് പെരിയാറിൽ ആലുവ മാർത്താണ്ഡവർമ്മ കാലടി പോയിന്റുകൾ ജലനിരപ്പ് മുന്നറിയിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളമശ്ശേരി മേഖലകളിൽ ഉൾപ്പെടെ ഈ കളമശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ രാവിലെയോടുകൂടി തന്നെ ഈ പ്രദേശങ്ങളിലെ മിക്ക ഭാഗങ്ങളിലേക്കും അത് ഈ ബോസ്കോ കോളനി, പറവൂലം, അംഗൻവാടി എന്നീ ഭാഗങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവരെ എല്ലാം നിലവിൽ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല 24 കുടുംബങ്ങളെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന 4 ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ആ ക്യാമ്പുകളിൽ 24 കുടുംബങ്ങളെയാണ് നിലവിൽ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. മഴയുടെ ശക്തി ഈ രീതിയിൽ തുടരുകയാണ് എങ്കിൽ ഇതിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നാളെ എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. റിജിത്ത്.
ആൻമരിയ സണ്ണി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ പൊതുവായി ജാഗ്രത തുടരുന്നുണ്ട്. തീരമേഖലയിലടക്കം പെരിയാറിലടക്കം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആലുവ ശിവക്ഷേത്രത്തിലേക്കൊക്കെ വെള്ളം കയറുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്ന് രാവിലെ മുതൽ പുറത്തു വരുന്നതാണ്. ആൻമരിയ സണ്ണി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, എന്താണ് പൊതുവായുള്ള സാഹചര്യം? നിലമ്പൂർ മേഖലയിലൊക്കെ അതിശക്തമായ രീതിയിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ് വിപിൻ സി വിജയൻ? റിജിത്തെ, ഇടവിട്ട് കനത്ത മഴ എന്നുള്ളതാണ് ജില്ലയിൽ ആകെയുള്ള ഒരു അന്തരീക്ഷം. ഇന്നിപ്പോൾ രാത്രിയോട് കൂടിയാണ് അല്പമെങ്കിലും മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ മേഖലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. കാരണം ചാലിയാർ ഏറെക്കുറെ വലിയ കുത്തൊഴുക്കിലൂടെ തന്നെയാണ് ഇപ്പോൾ ചാലിയാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ നിലമ്പൂർ താലൂക്കിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് അവിടെ രൂക്ഷമായി തന്നെ തുടരുന്നു. ജ്യോതിപ്പടി ഉൾപ്പെടെയുള്ള നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കയറുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ മണ്ണുപ്പാടം എന്ന പ്രദേശത്ത് മരം വീണ് ഏകദേശം 1 മണിക്കൂറിലേറെ അവിടെ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട്. പുഴകളെല്ലാം തന്നെ കരകവിയുന്നു എന്നുള്ളൊരു നിലയിലേക്ക് മാറുകയാണ്. ഒപ്പം തന്നെ പൊന്നാനി മേഖലയിൽ കടൽക്ഷോഭം കൂടി രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലമാണ് ജില്ലയിൽ ആകെയുള്ളത്. കരുവാരുകുണ്ടിൽ ഇന്ന് അവിടുത്തെ പുഴയിൽ കുളിക്കാനിറങ്ങിയ റംഷാദ് എന്ന 23-കാരൻ ജീവൻ നഷ്ടപ്പെട്ടു. അത് ഒരു വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ജില്ലയെ സംബന്ധിച്ച്. അപ്പോൾ ഒരു കനത്ത ജാഗ്രത തന്നെ മുഴുവനായും വേണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടുക്കി ജില്ലയിലെ മഴയുടെ സാഹചര്യം എന്താണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ജില്ലയിൽ നിലവിൽ റെഡ് അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പല മേഖലകളിലും അതിശക്തമായി തന്നെ മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നു. അത് നീട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്ന നിലയുണ്ട്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ രാഹുൽ വിജയൻ? വിജിത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. കാരണം വിനോദസഞ്ചാര മേഖലകളിൽ നിയന്ത്രണം തുടരുകയാണ്. ജലവിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും 28-ാം തീയതി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക് രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ സാധ്യത അവിടെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കാര്യമായി തന്നെ കൂടുന്നുണ്ട്. നിലവിൽ റൂൾ കർവ് 136 അടിയാണ്. അതിന് പുറമെ 134 അടിയിലേക്ക് ജലനിരപ്പ് 134.5 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. 28-ാം തീയതി ഈ നിലയിൽ പോവുകയാണെങ്കിൽ 28-ാം തീയതി സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കേണ്ടി വരും എന്നുള്ളത് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. അത് കേരളത്തെ രേഖാമൂലം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മഴ ഇടവിട്ട് ശക്തമായി പെയ്യുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും അറിയിക്കുന്നത്. ഇനി വയനാട്ടിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുർജിത്ത്, വയനാട്ടിലും അതിശക്തമായ മഴയുണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിലൊക്കെ ഇപ്പോഴും കനത്ത രീതിയിൽ തന്നെ മഴ പെയ്യുന്നത് ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ട്. അവിടെ ഈ ബെയിലി പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തിക്കടക്കം വിള്ളൽ എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമമൊക്കെ പിന്നീടുണ്ടായി. നാട്ടുകാരുടെ പ്രതിഷേധവും ഇന്ന് ആ മേഖലയിൽ നമ്മൾ കണ്ടിരുന്നു. എന്താണ് ജില്ലയിലെ പൊതുവായുള്ള സാഹചര്യം? പ്രത്യേകിച്ച് അവിടെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ടായിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ? ഇപ്പോഴും മഴ തുടരുന്ന നിലയുണ്ടോ സുർജിത്ത്? ശ്രീജിത്ത്, വയനാടിനെ സംബന്ധിച്ച് ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലുള്ള മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെല്ലാം തന്നെ കനത്ത മഴയുണ്ട്. തൊണ്ടർനാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുതൽ ലക്കിടി വരെയുള്ള ആ ഒരു പ്രദേശത്ത് ശക്തമായ രീതിയിലുള്ള മഴപ്പെയ്ത്തുണ്ട്. ഒപ്പം തന്നെ മുണ്ടക്കൈയും ചൂരൽമലയും ഉൾപ്പെടുന്ന പ്രദേശത്തും മഴപ്പെയ്ത്ത് തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇടവിട്ടാണ് ഈ മഴപ്പെയ്ത്ത് ഉണ്ടാകുന്നത്. തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വൻതോതിൽ വാഴകൃഷിക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ
കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ചൂരൽമലയിലെ ബെയിലി പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി 3 ഇടങ്ങളിൽ പൊട്ടുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ അത് ബലപ്പെടുത്താനുള്ള ശ്രമം ഊർജിതമായ രീതിയിൽ തന്നെ നടക്കുകയാണ്. വേലിപ്പാലം തൽക്കാലത്തേക്ക് അടച്ചിട്ടുണ്ട്. മുണ്ടക്കൈയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാത്ത സ്ഥിതിയാണുള്ളത്. ഇന്ന് ഒരു പ്രതിഷേധവും ഉണ്ടായി. പടവെട്ടിക്കുന്ന് റോഡ് ശരിയാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉള്ള ആളുകൾ 27 കുടുംബങ്ങളുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കണം എന്ന് മാത്രമല്ല അവർക്ക് ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി സ്ഥലം അനുവദിക്കണം, വീട് അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിനുള്ള വഴി മാറിയത്. ഇതേ തുടർന്ന് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. എന്തായാലും കനത്ത രീതിയിൽ മഴ പെയ്യുന്നു. നാളെ ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കുകയാണ്. അണക്കെട്ടിൻ്റെ സ്പിൽവേ ഷട്ടർ തുറക്കാൻ സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം തുറന്ന് വിടും എന്നുള്ളതാണ്, പുഴയിലേക്ക് ഒഴുക്കി വിടുമെന്നുള്ളതാണ് അറിയിപ്പായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പനമരം പുഴയിലും ഒപ്പം തന്നെ കരമാൻതോട് പ്രദേശത്തും ഒപ്പം കബനിയിലും തീരത്തുമുള്ള ആളുകളെല്ലാം തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. രാവിലെ 10 മണിക്കാണ് തുറന്നു വിടുക. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി മല അംഗൻവാടിയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ഇവിടെ 21 ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മുൻകരുതൽ നടപടി എന്നുള്ള നിലയിൽ പുഴങ്കുനി ഊരിലെ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി സ്വീകരിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ പെരിഞ്ചേരി മലയിൽ വീടുകൾക്ക് സമീപം ശക്തമായ ഉറവയും മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. ഇതേ തുടർന്നാണ് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയത്. വെള്ളമുണ്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുളിഞ്ഞാൽ ഭാഗത്ത് ഒരു ഗർത്തം രൂപപ്പെട്ട ഒരവസ്ഥ കൂടിയുണ്ട്. നാളെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ ഡാം തുറക്കുന്നതിൻ്റെ ഭാഗമായും അല്ലാതെയും ശക്തമായ മഴപ്പെയ്ത്തിൻ്റെയും സാഹചര്യത്തിൽ ജലാശയങ്ങളിലും പുഴകളിലും ഒന്നും മത്സ്യബന്ധനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി തന്നെ നൽകിയിട്ടുണ്ട്. കുളിക്കുന്നതിനും മറ്റും ഇറങ്ങരുത്, നീന്തുന്നതിനും മറ്റും ഇറങ്ങരുത് എന്നുള്ള തരത്തിലുള്ള കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ ഇറങ്ങുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം സാഹസിക വിനോദസഞ്ചാര മേഖലയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപം പോകരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ മഴ പെയ്ത്തിന്റെ സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്, ജില്ലാ ഭരണകൂടം കടന്നിട്ടുള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ശ്രമവുമുണ്ട്. എന്തായാലും നിലവിൽ മഴ ഇടവിട്ട് ശക്തമായ രീതിയിൽ തന്നെ വയനാട്ടിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. റീജിത്ത്, ഒരുപാട് പ്രേക്ഷകർ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു കമന്റ് ബോക്സിലൊക്കെ ഏതൊക്കെ ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഇടുക്കിയിലും വയനാട്ടിലും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല. മലപ്പുറത്ത് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും നാളെ അവധിയായിരിക്കും. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, കുട്ടനാട് താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരദേശ മേഖലകളിൽ 2 ദിവസത്തേക്ക് 2.8 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പുന്നപ്പുഴയിലെ ശക്തമായ കുത്തൊഴുക്കിൽ ബെയിലി പാലത്തിലെ സംരക്ഷണ കവചത്തിൽ വിള്ളൽ. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇന്നലെ വെള്ളക്കെട്ടുണ്ടായ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. ബെയിലി പാലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കുത്തിയൊലിച്ചൊഴുകുകയാണ് ചൂരൽമല പുന്നപ്പുഴ. 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ബെയിലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായി. 3 ഇടങ്ങളിലാണ് വിള്ളൽ. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള നടപടികൾ തുടരുകയാണ്. 3 വാർഡുകളിലെയും എല്ലാ കുടുംബങ്ങൾക്കും ആശ്വാസമെത്തിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പാലിക്കണമെന്ന ടി സിദ്ദിഖ് MLA. ഒരു മാസം കൂടെ കഴിഞ്ഞാൽ 1 വർഷമാവുകയാണല്ലോ. ലിസ്റ്റ് പോലും സമ്പൂർണ്ണമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ഈ പ്രശ്നത്തിന് മുഴുവൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള നടപടിയെടുക്കും. സ്കൂൾ റോഡിലെ നിർമ്മാണ പ്രവൃത്തികൾ പടവെട്ടിക്കുന്ന് നിവാസികൾ തടഞ്ഞു.
കനത്ത മഴയിൽ ഇന്നലെ റോഡിലൂടെയാണ് പുഴ ഒഴുകിയിരുന്നത്. 58 ലക്ഷത്തെ മുടക്കിയിട്ട് ഈ റോഡ് നന്നാക്കിയത് കഴിഞ്ഞ മെയിൽ വന്ന മഴയ്ക്ക്. കഴിഞ്ഞ ഇന്നലത്തെ മഴയ്ക്ക് ഈ റോഡ് പോയി. വീണ്ടും ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ ആരുടെ സ്വാർത്ഥ താല്പര്യപ്രകാരം വലിയ JCB കൊണ്ട് ഇവിടെ പണി തുടങ്ങി. ഈ സ്കൂൾ റോഡ് പടവെട്ടിക്കുന്നിലെ ബാക്കി വന്ന വീടുകളുടെ പുനരധിവാസം ബന്ധപ്പെട്ടിട്ട് ഒരു അന്തിമ തീരുമാനം വന്നതിന് ശേഷം മതി ഇവിടെ റോഡ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാഴകൃഷി ഉൾപ്പെടെ വെള്ളത്തിലായി. കല്ലൂരിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബെയിലി പാലം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ബെയിലി പാലത്തിന്റെ താഴത്തുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ചില ഇളക്കങ്ങളുണ്ടെങ്കിൽ അത് സുരക്ഷിതമായി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പം തന്നെ നൽകുന്നുണ്ട്. പട്ടാളവും അവർ തന്നെ പണിതതായതുകൊണ്ട് ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറെ തടഞ്ഞ സംഭവത്തിൽ 6 ചൂരൽമല സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 24 വയനാട്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വീണ്ടും RSS സഹകരണ പ്രസ്താവനയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിമർശനം. CPIM സംസ്ഥാന സമിതിയിലാണ് വിമർശനം ഉയർന്നത്. CPIMനെ എല്ലാ വർഗീയതയെയും എതിർക്കുന്ന പാർട്ടിയായാണ് ജനം കാണുന്നത്. സംസ്ഥാന സെക്രട്ടറി തന്നെ വർഗീയ ബന്ധം സ്ഥിരീകരിച്ചാൽ പിന്നെ എന്താണ് സ്ഥിതിയെന്നും സമിതി വിമർശിച്ചു. PV അൻവറിന്റെ കാര്യത്തിലും വിലയിരുത്തലുകൾ ഉണ്ടായി സംസ്ഥാന സമിതിയിലെന്നാണ് മനസ്സിലാക്കുന്നത്. ഷെയ്ത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷെയ്ത്ത്, സെക്രട്ടേറിയറ്റിലേതിന് സമാനമായ രീതിയിൽ സംസ്ഥാന സമിതിയിലും MV ഗോവിന്ദന്റെ RSS പരാമർശത്തിൽ വിമർശനമുയരുന്നു. ഏത് തരത്തിലാണ് വിമർശനം ഉയർന്നത്? മറ്റൊന്ന്, അൻവറിന്റെ കാര്യത്തിൽ അൻവർ LDFന്റെ വോട്ടുകൾ ചോർത്തി എന്നടക്കമുള്ള വിലയിരുത്തലുകളിലേക്കും സംസ്ഥാന സമിതി എത്തുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് ഷെയ്ത്ത്? റിജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമായിരുന്നു ഇന്നത്തെ CPIM സംസ്ഥാന സമിതി യോഗത്തിലെ പ്രധാന അജണ്ട. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം സംഘടനാ ദൗർബല്യങ്ങളും രാഷ്ട്രീയ സാഹചര്യവും അടക്കം നിലമ്പൂരിലെ തോൽവിക്ക് കാരണമായിട്ടുണ്ട്. നിലമ്പൂരിൽ LDFന്റെ അടിസ്ഥാന വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള അധിക വോട്ടുകൾ സമാഹരിക്കാൻ N സ്വരാജിന് കഴിഞ്ഞില്ല. അത് രാഷ്ട്രീയ ദൗർബല്യത്തിന്റെ സാഹചര്യത്തിന്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. PV അൻവർ വോട്ട് പിടിച്ചത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന സ്വയം വിമർശനവും ഈ റിപ്പോർട്ടിലുണ്ട്. തുടർന്ന് നടന്ന ചർച്ചയിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS സഹകരണം സംബന്ധിച്ച പ്രസ്താവനയടക്കം വിമർശിക്കപ്പെട്ടത്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച പലരും സെക്രട്ടറിയുടെ പരാമർശത്തെപ്പറ്റി വിമർശനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തി. മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്നതാണ് ജനങ്ങൾക്കിടയിലുള്ള CPIMന്റെ അംഗീകാരം. എന്നാൽ സെക്രട്ടറി തന്നെ വർഗീയ കക്ഷികളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന പ്രതികരണം രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചു. എന്നാൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിൽ ദോഷം ചെയ്തുവെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രകടനം നടത്താൻ ഒരു ആയുധമായി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന മാറിയെന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇത് ഏറ്റവും ഷാർപ്പായി, ഏറ്റവും രൂക്ഷമായി സംസാരിച്ചത് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് തന്നെയാണ്. മറ്റു പല നേതാക്കളും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ പരാമർശത്തെ വിമർശനപരമായി സമീപിച്ചു. ഇതോടൊപ്പം തന്നെ PV അൻവറിനെ തുറന്നു കാണിക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനവും സംസ്ഥാന സമിതിയിൽ ഉയർന്നു. PV അൻവർ പാർട്ടിയെയും മുന്നണിയെയും വഞ്ചിച്ച് കടന്നുപോയ ആളാണ്. എങ്ങനെയാണ് മുന്നണി വിട്ട് അദ്ദേഹം പുറത്തുപോയതെന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുന്നതിൽ വീഴ്ച പറ്റി. അൻവറിനെ വിമർശനപരമായി സമീപിച്ച് ഒറ്റപ്പെടുന്നതിലും വലിയ തോതിൽ വീഴ്ചയുണ്ടായി. അൻവർ പിടിക്കുന്ന വോട്ടുകൾ UDFന്റേതായിരിക്കുമെന്നായിരുന്നു പാർട്ടിയുടെയും മുന്നണിയുടെയും കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് അൻവർ വലിയ തോതിൽ വോട്ടുകൾ സമാഹരിച്ചത്. ഇതിൽ നല്ലൊരു പങ്ക് LDFന്റെ വോട്ടുകളാണ് എന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് UDFന്റെ സ്പോൺസേഡ് പരിപാടിയാണെന്ന ആക്ഷേപവും സംസ്ഥാന സമിതി ഉയർന്നു. ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാത്ത എതിർ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് അൻവറിനെ അണിനിരത്തിയത്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ അൻവർ UDFന്റെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന ആക്ഷേപവും CPIMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ടിനുള്ള ചർച്ച ഇന്ന് പൂർത്തിയായി. നാളെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് CPIM സംസ്ഥാന സമിതിയിൽ നടക്കുന്നത്. നാളെ യോഗം സമാപിക്കും. ശരി, ഷെയ്ത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. MV ഗോവിന്ദന്റെ RSS പരാമർശത്തിൽ MV ഗോവിന്ദന് സംസ്ഥാന സമിതിയിലും വിമർശനം ഏൽക്കേണ്ടി വരികയാണ്. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ അനുകൂല നിലപാട് ഉപേക്ഷിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അൻവർ ഇല്ലാതെ UDFന് തിളക്കമാർന്ന ജയം നേടാൻ കഴിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല 24-നോട് പറഞ്ഞു. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ തിരുത്തി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. UDF പ്രവേശനത്തിൽ PV അൻവറിനെ കൈവിട്ട് രമേശ് ചെന്നിത്തലയും. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമെന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. അത് വ്യത്യസ്ത നിലപാടായി കാണേണ്ടെന്ന ചെന്നിത്തലയുടെ വിശദീകരണം. അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കേണ്ട എന്ന് താനും കൂടി ചേർന്നാണ് തീരുമാനമെടുത്തത്. അൻവറോട് ഉണ്ടായിരുന്ന കുറെ കൂടി വോട്ട് കിട്ടുമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനല്ലാണ്ട് അൻവറെ തിരിച്ച് ഒരിടത്തും ഞാൻ വിളിച്ചിട്ടില്ല. അത് ചില ബോധപൂർവമായ ചില പ്രചരണം അഴിച്ചുവിട്ടതാണ്. അത് പ്രചരണം അഴിച്ചുവിടുന്ന ആരാന്നൊക്കെ എനിക്കറിയാം. വിജയത്തിന്റെ ക്രെഡിറ്റ് UDF നേതാക്കൾക്കാണെന്നും മുസ്ലിം ലീഗിന് ബിഗ് സല്യൂട്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു 15 ദിവസം അവിടെ ഉണ്ടായി.
എന്നെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഉണ്ടായിരുന്നു. അതിനകത്ത് ആരെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ തങ്ങളും സാദിഖലി തങ്ങൾ എടുത്ത ആ ഒരു വലിയ നേതൃത്വം, അതിന് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അൻവറിനെ മുന്നണിയിലെടുക്കണമെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ തിരുത്തിയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും അത് പറയില്ല. താൻ ക്യാപ്റ്റനെങ്കിൽ രമേശ് ചെന്നിത്തല മേജറെന്നും പ്രതിപക്ഷ നേതാവ്. ടീം UDF ആണ്. ടീം UDF. ഒറ്റ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അത് മേജറാണ്. കോൺഗ്രസ് നേതാക്കൾ അൻവറിന് മുന്നിൽ വാതിലടയ്ക്കുമ്പോൾ മുസ്ലിം ലീഗിന് ആ നിലപാടില്ലെന്നാണ് സൂചന. സമാന ചിന്താഗതിക്കാരെ ഒപ്പം കൂട്ടണമെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. മുന്നണി വിപുലീകരണ ചർച്ചകളിൽ അൻവറും ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി കാണാതായ യുവതിയെ കണ്ടെത്തി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരികയാണ്. കിളിമാനൂർ സ്വദേശി പാർവതിയെ കണ്ടെത്തിയത് തമ്പാനൂർ റെയിൽവേ പോലീസാണ്. യുവതിയെ കാണാതായ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 ഇമ്പാക്ട് ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ ഒരു കുറിപ്പെഴുതി വെച്ചാണ് ഇവർ പോയത്. ആത്മഹത്യ ചെയ്യാൻ പോകുന്നുവെന്നായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയം, ദുരൂഹത ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരെവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ് ഷഫി? റിജിത്ത്, തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള പാർവതി 29 വയസ്സുകാരിയായിരുന്നു ഈ കാണാതായത്. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് എന്ന് പറഞ്ഞ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വൈകുന്നേരമായിട്ടും തിരികെ എത്താതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയായിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ കുറിപ്പും മൊബൈൽ ഫോണും ടെലഗ്രാമിലെ ചാറ്റുകളിൽ നിന്ന് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുടെ വിവരമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അന്വേഷണം നടത്തുകയും കണ്ടെത്തുകയും ചെയ്ത ഇന്ന് രാത്രി 8:30 പ്രൈം ടൈം ബ്രേക്കിംഗിലാണ് നമ്മൾ ഈ പെൺകുട്ടിയെ കാണാതെ, യുവതിയെ കാണാതെയുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ ഇവരുടെ കുറിപ്പടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും ഇവരുടെ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാണ് തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവരെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ള വിവരം നമുക്ക് പോലീസ് കൈമാറുന്നത്. ഇതിൽ ഈ പാർവതിയുടെ ബന്ധുക്കൾ കിളിമാനൂരിൽ നിന്നും തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇവരെത്തി നേരിട്ട് ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും പോലീസിന്റെ നടപടി. പാർവതി കിളിമാനൂർ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, എല്ലാത്തിൻ്റെയും കാരണം ടെലിഗ്രാമിലുണ്ട്, എൻ്റെ മക്കളെ നോക്കണം എന്നൊരു കുറിപ്പൊക്കെ എഴുതി വെച്ചാണ് ഇവർ പോയത്. ബാങ്ക് ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ടെലിഗ്രാം പരിശോധിച്ചതിൽ നിന്നും 4 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിൻ്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി ഇവർ പ്രതിസന്ധിയിലായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെയാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയത്. കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കിളിമാനൂർ സ്വദേശി പാർവതിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ ശിക്ഷിക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് സ്വന്തം കോടതിയും രഹസ്യാന്വേഷണ വിഭാഗവും ഉണ്ടായിരുന്നുവെന്ന് NIA. കൊല്ലേണ്ടവരെയും ശിക്ഷിക്കേണ്ടവരെയും നിശ്ചയിച്ചിരുന്നത് PFI കോടതി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ NIA നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ 950 പേരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് കോടതിയെ NIA അറിയിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രീയ സാമുദായിക എതിരാളികളെ ശിക്ഷിക്കാൻ സ്വന്തമായി കോടതിയും പ്രവർത്തിപ്പിച്ചു എന്ന നിർണായക വിവരം പുറത്തുവരുന്നത്. ദാറുൽ ഖ്വാസ എന്ന ഈ കോടതിയാണ് രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് കൊല്ലേണ്ടവരെയും ശിക്ഷിക്കേണ്ടവരെയും കണ്ടെത്തുക. റിപ്പോർട്ടേഴ്സ് വിംഗ് എന്നായിരുന്നു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പേര്. ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിൽ കോടതി തീരുമാനിക്കുന്നവരെ ആക്രമിക്കുന്ന ദൗത്യമാണ് സർവീസിംഗ് ഹിറ്റ് ടീം നിർവഹിച്ചത്. ഇക്കാര്യങ്ങളാണ് NIA സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചത്. 2047 SDPIയിലൂടെ രാഷ്ട്രീയ അധികാരം പിടിക്കുകയും ഇസ്ലാമിക ഭരണം കൊണ്ടുവരികയുമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും NIA കോടതിയെ അറിയിച്ചു. അതിനിടെ സ്ഥാപക ദിനത്തിൽ SDPI നേതാക്കളെത്തി പത്തനംതിട്ട MP ആന്റോ ആന്റണിക്ക് മധുരം നൽകുന്ന വീഡിയോ പുറത്തുവന്നത് കോൺഗ്രസിലും ചർച്ചയാവുകയാണ്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമാണ് MP ഓഫീസ് എന്നായിരുന്നു ആന്റോ ആന്റണിയുടെ വിശദീകരണം. 24 കൊച്ചി.
വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. അത് മയക്കുമരുന്നിനടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ്. സംഭവം കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിലാണ്. കൊല്ലപ്പെട്ടതൊരു ലോട്ടറി വിൽപ്പനക്കാരിയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാത്രി 8 മണിയോടുകൂടിയാണ് ഈ അരുംകൊല നടന്നിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് സംഭവിച്ചത്? പോലീസ് പറയുന്നത് എന്താണ് അമൽ? റീജിത്ത്, ഇന്ന് 8 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം കോട്ടയത്ത് പള്ളിക്കത്തോട് ഇളംപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായത്. അവിടെ ലോട്ടറി വിൽപ്പനക്കാരിയായ സിന്ധുവിനെ മകൻ അരവിന്ദനാണ് വെട്ടിക്കൊല്ലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും അരവിന്ദൻ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പോലീസ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഒരു വ്യക്തത കുറവുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം അമൽ സുരേന്ദ്രനിലേക്ക് ഉടൻ തന്നെ എത്താം. മയക്കുമരുന്നിനടിമയായ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വളരെ നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ് കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ നിന്ന് പുറത്തു വരുന്നത്. ലോട്ടറി വിൽപ്പനക്കാരിയാണ് ഈ അമ്മ. അവരാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് എന്ന കാര്യം അറിയേണ്ടതുണ്ട്. അമൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ സുരേന്ദ്രൻ, തുടരാം. റീജിത്ത്, ഏതായാലും ഇന്ന് 8 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കോട്ടയം പള്ളിക്കത്തോട് ഇളംപള്ളിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് 45 വയസ്സുള്ള മകൻ അരവിന്ദനാണ് സിന്ധു എന്ന് പറയുന്ന അമ്മയെ, ലോട്ടറി വിൽപ്പനക്കാരിയായ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ മകന് ലഹരിയുടെ ഉപയോഗം ഉണ്ടായിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുമായി നാട്ടുകാർ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ ഒരു ശരി, അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മയക്കുമരുന്നിനടിമയായ മകൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC കേന്ദ്ര സർക്കാരിന് കൈമാറി. റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ, കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്കപ്പട്ടികയിലുള്ളത്. പട്ടികയിൽ നിന്ന് ഈ മാസം 30-നകം മുഖ്യമന്ത്രി പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കും. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ കാലാവധി ഈ മാസം 30-ന് അവസാനിക്കും. അന്നുതന്നെ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. UPSC അംഗീകരിച്ച് കേരളത്തിന് തിരിച്ചയച്ച ചുരുക്കപ്പട്ടികയിൽ നിന്നുള്ള 3 പേരിൽ ഒരാളായിരിക്കും അടുത്ത പോലീസ് മേധാവി. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായ 1989 ബാച്ച് IPSകാരൻ നിതിൻ അഗർവാൾ, 1991 ബാച്ച് അംഗം, കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ ക്യാബിനറ്റ് പദവിയുടെ ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ, 1993 ബാച്ചുകാരൻ, സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിൽ. ഇവരിൽ കൂടുതൽ സാധ്യത പറയുന്നത് റവാഡ ചന്ദ്രശേഖറിന്. നിതിൻ അഗർവാളിനോടും യോഗേഷ് ഗുപ്തയോടും സർക്കാരിന് താൽപ്പര്യക്കുറവുണ്ട്. 6 പേരുകളായിരുന്നു കേരളം അയച്ച പട്ടികയിലുണ്ടായിരുന്നത്. ഇതിൽ വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം, ADGPമാരായ സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരെ ഉൾപ്പെടുത്തിയില്ല. ADGPമാരെ ഉൾപ്പെടുത്താൻ വേണ്ടി കേരളം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ചട്ടങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്ന് UPSC നിലപാടെടുത്തു. ഇതോടെയാണ് MR അജിത് കുമാർ ഒഴിവായത്. 24 തിരുവനന്തപുരം. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതീക്ഷകളിലേക്ക് നിർണായക ചുവടുവെച്ച് ശുഭാംശു ശുക്ല. ബഹിരാകാശ ദൗത്യ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനിയുള്ള 12 ദിവസം ബഹിരാകാശ നിലയത്തിലിരുന്ന് ശുഭാംശുവും സംഘവും 60 പരീക്ഷണങ്ങളാണ് നടത്തുക. Dragon contact and soft capture complete. Commander Peggy Whitson, the first one across the A-Pass hatch, receiving great big ആകാശവീഥികൾ കീറിമുറിച്ച് ഇതാ ഇന്ത്യൻ വീരഗാഥ. ISROയുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിച്ച് ഒരു ഇന്ത്യക്കാരൻ ഇതാദ്യമായി ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയിരിക്കുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പ്രവേശിച്ചതോടെ ഉത്തർപ്രദേശുകാരനായ ശുഭാംശു ശുക്ല ചരിത്രത്തിന്റെ ഭാഗമായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യം നടത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ഖ്യാതിക്ക് പുറമെ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല എന്ന 39-കാരൻ. And you see them adjusting their monitors as the approach continues on. We'll then be connected up, and astronaut Nicole Ayers will. We saw a historic moment. It's not a moment that we can just. ഇനിയുള്ള 2 ആഴ്ച ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ബഹിരാകാശ നിലയത്തിലെ ലബോറട്ടറിയിലിരുന്ന് ശുഭാംശു ഉൾപ്പെടെയുള്ള യാത്രികർ 60 പരീക്ഷണങ്ങളാണ് നടത്തുക. കേരളത്തിന് അഭിമാനമായി വെള്ളായണി കാർഷിക സർവകലാശാല മുന്നോട്ട് വെച്ച
തനത് നെൽവിത്തിനങ്ങളുടെ ജൈവ പരീക്ഷണവും ഇതിൽ ഉൾപ്പെടും. മൈക്രോ ആൽഗകൾ ഉപയോഗിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കൽ, സയനോ ബാക്ടീരിയയിൽ നിന്നുള്ള ഓക്സിജൻ, ബഹിരാകാശത്ത് പേശികളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ, സസ്യങ്ങളുടെ അതിജീവനം, യാത്രികരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങി മനുഷ്യായുസ് വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന പരീക്ഷണങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാണ്. Station Houston on the Big Loop. We are doing ISS എന്ന ബഹിരാകാശ നിലയം ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വിസ്മയിപ്പിക്കുന്ന മനുഷ്യന്റെ കണ്ടെത്തലാണ്. 9 യാത്രികർക്ക് 6 മാസക്കാലം ഒരു ബുദ്ധിമുട്ടും കൂടാതെ കഴിഞ്ഞുകൂടാനുള്ള സൗകര്യമുണ്ട് നിലയത്തിൽ. ആക്സിയം 4 ദൗത്യ സംഘത്തലവയായ പെഗ്ഗി വിൻസ്റ്റൺ 5 തവണത്തെ യാത്രകളിലായി ISS-ൽ ഇതിനകം തങ്ങിയത് 675 ദിവസം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അവിടെ തുടർന്നത് 608 ദിവസമാണ്. 1/4 നൂറ്റാണ്ടിനിടെ ISS-ലെത്തിയ മനുഷ്യരുടെ എണ്ണം 285. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ദൗത്യത്തിന് അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് ഈ നിമിഷങ്ങൾ ഏറെ വിലപ്പെട്ടത്. നമ്മുടെ തദ്ദേശീയ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന് മുന്നോടിയായുള്ള പരിശീലന യാത്രയാണിത്. 9 വർഷം മുൻപ് മാത്രം തുടക്കം കുറിച്ച ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യ തീരുമാനിച്ചതും കോടികൾ ചിലവിട്ടതും ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ബൃഹത് പദ്ധതികളുടെ ഭാഗമായി തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതുപോലെ 140 കോടി ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളുമാണ് ശുഭാംശു ശുക്ല വഹിക്കുന്നത്. സ്വപ്നപഥത്തിലെ ശുഭാംശുവിന്റെ മനോഹരമായ ദൗത്യം ചരിത്രം കുറിക്കുമെന്ന് ഉറപ്പ്. യു പ്രദീപ്, റിസർച്ച് ഡെസ്ക്, 24. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന് മകൻ VA അരുൺകുമാർ. 72 മണിക്കൂർ നിരീക്ഷണ സമയം കഴിഞ്ഞിട്ടില്ല. നാളെ രാവിലെ കുറച്ചുകൂടി വ്യക്തമായ നിഗമനങ്ങളിൽ എത്താനാകുമെന്നും അരുൺകുമാർ പറഞ്ഞു. ആരോഗ്യസ്ഥിതിയിൽ ഇന്നലത്തേതിൽ നിന്നും ഇന്ന് രാവിലെ വരെ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല എന്നും അരുൺകുമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ 5ാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന സർക്കാർ. വിദ്യാർത്ഥികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി സംശയം സംബന്ധിച്ച് കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ ബാഗോ മറ്റോ പരിശോധിക്കുന്നതിന് അധ്യാപകർ മടിക്കേണ്ടതില്ല എന്നും അതിനൊരു സമിതിയും എതിരാകില്ല എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രചാരണത്തിലെ 24 ഇടപെടലിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ പ്രകീർത്തിച്ചു. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ 5ാം ഘട്ടം 2026 ജനുവരി 30 വരെ നീണ്ടു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി. സമ്പൂർണ്ണ ലഹരിമുക്ത കുടുംബം പദ്ധതി നടപ്പാക്കും. ലഹരി മാഫിയ സ്കൂൾ കുട്ടികളെ വലിയ തോതിൽ ലക്ഷ്യമിടുന്നു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സമൂഹത്തിനാകെ. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അതിന് പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അധ്യാപകർ കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം തള്ളി. കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ അവരുടെ ബാഗുകളോ മറ്റോ പരിശോധിക്കുന്നതിനും അധ്യാപകർ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല. ഒരു സമിതിയും ഇക്കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. മയക്കുമരുന്നിന്റെ ആസ്ഥാനം എന്ന തരത്തിൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. കേരളമാണ് മയക്കുമരുന്നിന്റെ ആസ്ഥാനം എന്ന നിലയിലുള്ള വളരെ ആസൂത്രിതവും ബോധപൂർവവുമായിട്ടുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു പുതിയ തലം ഇപ്പൊ കേരളത്തിനെതിരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുത്ത 24-നെ പ്രകീർത്തിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ. സമൂഹത്തിലെ എല്ലാവിധ സംഘടനകളിലും എല്ലാ ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇൻക്ലൂഡിംഗ് മീഡിയകൾ 24 ചാനൽ തന്നെ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതെല്ലാം വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ കുട്ടികളാണെന്ന് സ്കൂൾ തല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന് 2022-23 വർഷങ്ങളിലെ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. 24-ൽ നിന്ന് S. വിജയകുമാർ, ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ,
VA ഗിരീഷ്, അഭിലാഷ് വി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരം സമ്മാനിച്ചത്. മാധ്യമമേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങൾക്ക് 24-ൽ നിന്ന് 2022-23 വർഷങ്ങളിലായി 4 പേരാണ് അർഹരായത്. വാർത്താമഴയുടെ അവതരണത്തിലൂടെ 2022-ലെ മികച്ച അവതാരകനായി തിരഞ്ഞെടുക്കപ്പെട്ട S. വിജയകുമാർ മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. വിഷയങ്ങളിലെ അവതാരകന്റെ വ്യക്തതയും സമചിത്തതയും മികച്ചത്. പ്രേക്ഷകർക്ക് പരമാവധി 2023-ലെ മികച്ച വാർത്താവതാരകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഉന്മേഷ് ശിവരാമൻ, മികച്ച TV ന്യൂസ് റിപ്പോർട്ടർ VA ഗിരീഷ് എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഉന്മേഷ് ശിവരാമൻ 24 ന്യൂസ്. VA ഗിരീഷ് 24 ന്യൂസ്. അംഗീകാരമില്ലാത്ത അന്യസംസ്ഥാന നഴ്സിംഗ് കോളേജുകളിലെ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തയാണ് VA ഗിരീഷിനെ അവാർഡിന് അർഹമാക്കിയത്. വെള്ളായണി കായലിന്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരത്തിന് ക്യാമറ വിഭാഗത്തിൽ സീനിയർ ക്യാമറമാൻ V. അഭിലാഷും പുരസ്കാരത്തിന് അർഹനായി. മാധ്യമങ്ങൾ ഇടതുവിരുദ്ധത പിന്തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഇടതുപക്ഷത്തിനെതിരെ നിലകൊണ്ടാൽ ഏത് വർഗീയതയും ശുദ്ധമാകുമെന്നാണ് മാധ്യമങ്ങളുടെ ഭാഷ. മാധ്യമപ്രവർത്തകർ വർഗീയതയെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും മുഖ്യമന്ത്രി. ആ ഭൂതകാലത്തെ അനുകരിക്കും വിധത്തിൽ തന്നെയാണ് വർത്തമാനവും എന്ന് തോന്നുന്നു. ആ വിധത്തിലാണ് രാജ്യത്തെ മാധ്യമരംഗത്തിൻ്റെ അവസ്ഥ. സംഘപരിവാർ നയങ്ങളോട് വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളുടെയും നയമെന്ന് കാണാൻ കഴിയും. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗോഡ്സെയാണെന്ന് എഴുതാൻ പോലും മടിക്കുന്നവയായി മലയാളത്തിലെ ചില മുൻനിര പത്രങ്ങൾ പോലും മാറി വരുന്നു. ചടങ്ങിൽ 2021, 22, 23 വർഷങ്ങളിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. KG പരമേശ്വരൻ നായർ, ഏഴാച്ചേരി രാമചന്ദ്രൻ, N. അശോകൻ എന്നിവരാണ് കേസരി പുരസ്കാരങ്ങൾക്ക് അർഹരായത്. 24 തിരുവനന്തപുരം. ഇനി നോക്കാം കായിക വാർത്തകൾ. ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി യുവന്റസ് സൂപ്പർ പോരാട്ടം. രാത്രി 12:30-ക്കാണ് മത്സരം. പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ റയൽ മാഡ്രിഡ് ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30-ക്ക് കളത്തിലിറങ്ങും. രണ്ട് കളിയും ജയിച്ച എതിരാളികളുടെ വലയും നിറച്ച പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റിയും യുവന്റസും മുഖാമുഖം. ലക്ഷ്യം സമ്പൂർണ്ണ ജയത്തോടെ ഗ്രൂപ്പ് ജിയിലെ ചാമ്പ്യൻ പട്ടം. വെദാദെസിയെ 2 ഗോളിന് തോൽപ്പിച്ചു തുടങ്ങിയ നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി അല്ലൈനെതിരെ 6 ആടി. എതിരില്ലാത്ത 6 ഗോളിന്റെ തകർപ്പൻ ജയം. അല്ലൈനെതിരെ 5 ഗോൾ ജയത്തോടെ തുടങ്ങിയ യുവന്റസ് രണ്ടാം കളിയിൽ വെദാദിനെ വീഴ്ത്തിയത് 4-1. മത്സരം സമനിലയിലായാൽ മികച്ച ഗോൾ ശരാശരിയോടെ യുവന്റസ് ഗ്രൂപ്പിലെ 1-ാം സ്ഥാനക്കാരാകും. പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ റയൽ മാഡ്രിഡിന് തോൽവി ഒഴിവാക്കിയാൽ മതി. RB സാൽസ്ബർഗിനെതിരെ ജയമോ സമനിലയോ മുൻ ചാമ്പ്യന്മാരെ അവസാന 16-ലെത്തിക്കും. ഇനി തോൽക്കുകയാണെങ്കിൽ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ അൽ ഹിലാൽ മെക്സിക്കൻ ക്ലബ്ബ് പാച്ചൂക്കെതിരെ പോയിന്റ് നഷ്ടപ്പെടുത്തണം. വയറിലെ അണുബാധ ഭേദമായെങ്കിലും സൂപ്പർ താരം കിലിയൻ എംബാപ്പെ ഈ മത്സരത്തിലും കളിക്കാനുണ്ടാകില്ല. സ്പോർട്സ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.